അപ്പം വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പുറത്തിറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ട അപേക്ഷിച്ച് കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. കാരണം ഒന്നുമല്ല, താടി കുറച്ച് കളഞ്ഞിട്ടുണ്ട്. വേറൊന്നുമല്ല, വന്ന ദിവസത്തെ മാസ്ക് വെപ്പ് കാരണം താടിയൊക്കെ ഒടിഞ്ഞൊരു വിധമായി. അപ്പോൾ എനിക്കത് കണ്ടിട്ട് എന്തോ ഒരു വൃത്തികേട് പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ താടിയൊക്കെ കുറച്ചൊന്ന് കളഞ്ഞു. ഞാനത് ഫുള്ള് മുടി വെട്ടാനും ഒരു സ്കീം ഉണ്ട്. മുടി വെട്ടണമെന്നൊക്കെ വിചാരിക്കുന്നു, നോക്കാം. അപ്പം 10 ദിവസത്തെ ക്വാറന്റൈൻ വിശേഷങ്ങൾ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് മെയിനായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വന്നു കഴിയുമ്പോൾ സിം എടുക്കുക, NA നമ്പർ, BRP, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ക്വാറന്റൈൻ പീരീഡിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഞാൻ പറയുന്നത് ഇപ്പം കോവിഡിൻ്റെ ടൈമിൽ നാട്ടിൽ നിന്ന് വരുന്നവർക്കായിട്ടാണ്. അല്ലാത്ത ടൈമിൽ കോവിഡൊക്കെ മാറി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും കാണത്തില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മെയിനായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ കോവിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള പേയ്മെൻ്റൊക്കെ ചെയ്തിട്ട് വരിക. അതുകൊണ്ട് 210 പൗണ്ട് പേ ചെയ്തിട്ട് വരുന്നൊരു സ്കീമുണ്ട്. അതായത് നമ്മൾ ക്വാറന്റൈൻ ഇരിക്കുന്ന 2ാം ദിവസവും 8ാം ദിവസവും നമ്മൾ കോവിഡ് ടെസ്റ്റ് എടുക്കണം. അത് നമ്മൾ തന്നെ മൂക്കിന്നും വായിന്നും സ്വാബ് എടുത്ത് സീൽ ചെയ്ത് അയച്ചു കൊടുക്കുന്നൊരു സ്കീമാണത്. അതപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം നമുക്ക് നേരത്തെ അതിൻ്റെ സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വേറൊന്നുമില്ല, നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ ഞാൻ ഈ പേ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പം ആ പേ ചെയ്ത് ആ ഒരു കോവിഡ് ടെസ്റ്റിൻ്റെ കിറ്റ് നമ്മൾ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് ആ അഡ്രസ്സിലോട്ടായിരിക്കും നമുക്ക് വരുന്നത്. അത് നോർമലി നമ്മൾ വീട്ടിൽ വന്ന് കയറുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ആ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഡേറ്റ് ഓഫ് അറൈവൽ നമ്മളെന്തായാലും കാണിക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മളതൊക്കെ സൂചിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ അപ്പം ആ ടെസ്റ്റിൻ്റെ കിറ്റിനകത്ത് തന്നെ ഉണ്ട് നമ്മൾ 2ാം ദിവസം 8ാം ദിവസം എടുക്കണമെന്നുള്ള കാര്യങ്ങൾ. അതെങ്ങനെ എടുക്കണം, അതെങ്ങനെയാണ് തിരിച്ച് പാക്ക് ചെയ്ത് അയക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പാക്കേജിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷനോ അങ്ങനെ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ കിറ്റ് തിരിച്ചയക്കാനായിട്ട് നിങ്ങളുടെ പരിചയമുള്ള ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. കാരണം നിങ്ങൾ വന്നു കഴിയുമ്പം ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയി താമസിക്കാതിരിക്കത്തില്ലല്ലോ. മേ ബി ഫ്രണ്ട്സോ അല്ലെങ്കിൽ അറിയാവുന്നവരുടെ റിലേഷൻ്റെ അടുത്തോ ഒക്കെ ആയിരിക്കുമല്ലോ നിങ്ങൾ പോയി നിൽക്കുന്നത്. അപ്പം ആരാണോ കൂടെ ഉള്ളത് അവരോട് പറയുക, ജസ്റ്റ് ഒന്ന് മെയിൽ ബോക്സിൽ 0 പേയ്മെൻ്റ് ആണ്. നമ്മൾ 2ാമത് അയക്കുന്നതിന് പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതെല്ലാം പ്രിറ്റി സിമ്പിളാണ്. അപ്പോൾ 2ാം ദിവസം 8ാം ദിവസം അത് മറക്കാതെ എടുത്ത് അയച്ചു കൊടുക്കുക. വിതിൻ 48 hours തന്നെ നമുക്ക് മെയിലായിട്ടോ മെസ്സേജായിട്ടോ അതിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും. മോസ്റ്റ്ലി നമ്മൾ നെഗറ്റീവ് സർട്ടിഫിക്കറ്റും കൊണ്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് പിന്നെ കോവിഡ് പോസിറ്റീവ് ആകുമെന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ ഈ കോവിഡ്, അതായത് ക്വാറന്റൈൻ ഇരിക്കുന്ന ടൈമിൽ ചെയ്യേണ്ട മറ്റൊരു കാര്യം സിം എടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം, കടകളിൽ പോയി എടുക്കാം. നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണല്ലോ സിം. ഇപ്പം ജസ്റ്റ് ഇവിടുത്തെ എന്ത് കാര്യത്തിന് നമുക്ക് നമ്മുടെ ഒരു കോണ്ടാക്ട് നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഫസ്റ്റ് ഒരെണ്ണം കൊടുത്തു, അതുകൊണ്ട് പിന്നെ പുതിയ സിം എടുത്ത് കഴിയുമ്പോൾ മറ്റൊന്ന് കൊടുത്തു. അങ്ങനത്തെ സ്കീമുകൾക്ക് നിൽക്കാതെ നിങ്ങൾ മാക്സിമം നേരെ തന്നെ വന്നു കഴിയുമ്പം ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുക. ഒരുപാട് ഇതുണ്ട്, 3A, വോഡാഫോണിൻ്റെ ഇത്, പിന്നെ EE, അങ്ങനെയുള്ള ഒരുപാട് O2, അങ്ങനെ ഒരുപാട് സിം പ്രൊവൈഡേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ ഏതാണോ ബെറ്റർ ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ തന്നെ ഒരു സിം എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പുതിയ വാട്സപ്പോ ഇതെല്ലാം സെറ്റ് ചെയ്യുക. പിന്നെ NA നമ്പറിനും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ഈ ഫോൺ നമ്പറിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അപ്പം സിം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ക്വാറന്റൈൻ ഇരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം NA നമ്പറിനൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ BRP കാർഡിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോവിഡിൻ്റെ, അതായത് ക്വാറന്റൈൻ കഴിയുമ്പം നിങ്ങൾ ഏറ്റവും അടുത്തായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കോളേജിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നു വരുമ്പം ആ കവറിനകത്ത് തന്നെ ഒരു ലെറ്റർ ഉണ്ട്. അപ്പോൾ ആ ലെറ്ററിനകത്ത് കാണും BRP കാർഡ് എവിടെ നിന്നാണ് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ആയിരിക്കും. ആസ് എ സ്റ്റുഡൻറ്റ് വിസ വരുന്നവരാണെങ്കിൽ
യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ കോളേജിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിലായിരിക്കാം. അപ്പം നിങ്ങളുടെ ആ ഒരു വിസയുടെ കൂടെ വന്ന ആ പേപ്പറിനകത്ത് എവിടെയാണ് നിങ്ങളിത് കളക്ഷൻ പോയിന്റ് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി അത് നിങ്ങൾ കളക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് NI നമ്പറിന് അപ്ലൈ ചെയ്യേണ്ടത്. അത് ഒരുപാട് ലേറ്റ് ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് എല്ലാം ഓൺലൈനിൽ തന്നെയാണ്. നേരത്തെ ഒക്കെ വന്നവർ പറഞ്ഞ് കേട്ടുള്ളത്, നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പം നമ്മുടെ അഡ്രസ്സിലോട്ട് ഒരു ലെറ്റർ ഫസ്റ്റ് വരും. നമ്മുടെ ലെറ്റർ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പാസ്പോർട്ട്, അത് വിസ, BRP കാർഡ് സ്കാൻ ചെയ്ത് അതെല്ലാം ഫോട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കോപ്പി വെച്ച് തിരിച്ച് അവർക്ക് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ അപ്ലൈ ചെയ്തപ്പം എനിക്കത് വന്നത് ലെറ്ററായിട്ടൊന്നുമല്ല വന്നത്. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഫില്ല് ചെയ്യുക. ഓൺലൈനിൽ തന്നെയായിരുന്നു ഫില്ല് ചെയ്യേണ്ടത്. എന്നിട്ട് ഫില്ല് ചെയ്യേണ്ടതെല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അവസാനം ഒരു PDF ഫയൽ നമ്മുടെ മെയിലിലോട്ടായിട്ട് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ ഡൗൺലോഡായിട്ട് ചെയ്യാനുള്ളതായിട്ടും വരും. അപ്പം അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണോ നോർമലി ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മളൊരു എൻവലപ്പിനകത്താക്കി നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, വിസയുടെ കോപ്പി, BRP കാർഡിൻ്റെ കോപ്പി, ഇത് മൂന്നും കൂടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കോപ്പി എടുത്തിട്ട് നമുക്ക് ഈ പ്രിൻ്റ് എടുത്ത പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറുമായിട്ടൊരു എൻവലപ്പിനകത്തിട്ട് ആ പർട്ടിക്കുലർ അഡ്രസ്സിലോട്ട് അയച്ചു കൊടുക്കുക. NI നമ്പർ അപ്ലൈ ചെയ്യുമ്പം അതൊക്കെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ തെറ്റ് വരുത്താതെ നോക്കുക. മാക്സിമം തെറ്റ് വരുത്താതെ വേണം നിങ്ങൾ എഴുതേണ്ടതെല്ലാം എഴുതാനായിട്ട്. അപ്പം മെയിനായിട്ട് പറയേണ്ട ഫോണിൻ്റെതായി കോവിഡ് ടെസ്റ്റ് എടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ NI നമ്പറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം BRP കാർഡ് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ നോർമലി എല്ലാവരും കോളേജിൽ നിന്ന് ID കാർഡും കൂടെ കളക്ട് ചെയ്യും. അത് സ്വാഭാവികമാണ്. അത് ഞാൻ പിന്നെ എടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യമുള്ളത് ബാങ്ക് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് അർജൻറ്റായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെന്ന്, ഇപ്പം വന്നു കഴിഞ്ഞിട്ട് എന്താ പറയണ്ടേ, എന്തെങ്കിലും ഫിനാൻഷ്യലി നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അല്ലെങ്കിൽ നാട്ടിലെ അക്കൗണ്ടിലുണ്ട്, ഇവിടുത്തെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, മീൻസ് ആ ക്വാറന്റൈൻ ഇരിക്കുന്ന ടൈമിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ബാങ്ക് തുടങ്ങാവുന്നതാണ്. മുനീസ്, മോൺസോ, സ്വെല്ലിങ്, അങ്ങനെ ഇഷ്ടം പോലെ ഓൺലൈൻ ബാങ്കുകളുണ്ട്. അപ്പം അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അത് ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ച് നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ഒരു 2-3 ദിവസം കൊണ്ട്, മാക്സിമം 1 വീക്കിനുള്ളിൽ ATM കാർഡ് നമ്മുടെ അഡ്രസ്സിലോട്ട് വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. പിന്നെ ഒരു ഫിസിക്കൽ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പോയി ബാങ്ക് ലെറ്റർ മേടിക്കേണ്ടതായിട്ടുണ്ട്. നോർമലി ബാർക്ലേസ്, HSBC, ലോയിഡ്സ് അങ്ങനെയുള്ള ബാങ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കംഫർട്ടബിലിറ്റി ഏതാണോ ഉള്ളത് അത് ചൂസ് ചെയ്യുക. പിന്നെ ചില ബാങ്കുകൾ സ്റ്റുഡൻസിന് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ എന്തൊക്കെയോ പറയാറുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാങ്ക് ലെറ്റർ മേടിക്കുന്ന കേസൊന്നും ഇപ്പം കോവിഡിൻ്റെ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് മെയിൽ അയച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നേരത്തെ പോയ പിള്ളേരാണെങ്കിലും പറഞ്ഞു ബാർക്ലേസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു പർട്ടിക്കുലർ ഡേറ്റ് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങനെയാണ്. ലോയിഡ്സിൽ പോയപ്പം പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കിട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ബാങ്ക് ചൂസ് ചെയ്യാനേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. ഫേസ് ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. കാരണം ലൈറ്റ് എൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വരുന്നുള്ളത് കൊണ്ട് എത്രത്തോളം ഫേസ് ക്ലിയറായി കിട്ടുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. ഫേസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒന്നുകൂടെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. അടിപൊളി. വിമാനം പോകുന്ന പോലത്തെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ഒന്നും തന്നെയല്ല, ഒരു ഹൈവേയുടെ മേലുള്ള ഓവർ ബ്രിഡ്ജിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പം കാണിച്ചു തരാം. പഴയ ടൈപ്പ് കാറൊക്കെ കുറച്ച് വണ്ടിപ്രാന്തുണ്ട്. അത് കാരണം ചിലപ്പം വെറൈറ്റി മോഡൽ കാറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കി നിന്നെന്ന് വരും. സ്പെയർ മീ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്.
ജസ്റ്റ് ക്വാറന്റൈൻ എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയതല്ലേ ഉള്ളൂ. പയ്യെ ഇറങ്ങാം, ടൈമുണ്ടല്ലോ, ഇഷ്ടം പോലെ കിടക്കുകയല്ലേ. ഇനിയിപ്പം കുറച്ച് പരിപാടികളുള്ളത് മിസ്സായ സെക്ഷൻസ്, അതായത് അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ തന്നിട്ടുണ്ട്. അതെല്ലാം ഇനിയും ടൈമിന് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അതിനി എങ്ങനെയാണെന്ന് അറിയത്തില്ല മീൻസ് ഒരുപാടുണ്ടല്ലോ. മീൻസ് ഓരോരോ സിസ്റ്റങ്ങൾ ഫോളോ ചെയ്യണം. ഇന്ന സിസ്റ്റത്തിൽ ടൈപ്പ് വേണം എഴുതാൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതിപ്പം ഇവിടെ പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുറേ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പം നെക്സ്റ്റ് വീഡിയോ മോസ്റ്റ് പ്രോബബിളി മുടിയും താടിയൊക്കെ വെട്ടിക്കളയുന്നതായിരിക്കും. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഞാൻ മുടി വെട്ടിക്കളയണമെന്ന് എനിക്കൊരു ഇതുണ്ട്. കുറേ കാലമായില്ലേ. പോരുന്നതിന് മുമ്പ് ഞാൻ മുടി വെട്ടിയതാണ്. മുടി വെട്ടുക മീൻസ് കേരള ചെയ്തത് അല്ല, ചുരുണ്ടിരുന്ന മുടി ഒന്ന് ഞാൻ ചുരുട്ടിയതല്ല കേട്ടോ. നോർമലി ഇച്ചിരി ചുരുളിച്ചേ ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ജസ്റ്റ് സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ 10 ദിവസം കൊണ്ട് മുടിയെല്ലാം ഒരു വിധമായി. അപ്പം ഞാൻ എൻ്റെ ഓൾഡ് ലുക്കിലോട്ട് തന്നെ പോകാമെന്നൊക്കെ വിചാരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ മുഖത്ത് ബ്ലേഡ് വെച്ചിട്ടില്ല. അപ്പം ഇതെല്ലാം ഒന്ന് വെട്ടി ഇറക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം മോസ്റ്റ് പ്രോബബ്ലി അടുത്ത വീഡിയോ അതായിരിക്കും. ഞാൻ ചിലപ്പോഴേ ചെയ്യത്തുള്ളൂ. ഈ താടി മുടിയൊക്കെ വെട്ടുന്ന എന്നാ കാണിക്കാൻ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യണ്ടേ. കാരണം ഇവിടുത്തെ ഇതൊക്കെ ആയിട്ടൊന്ന് സെറ്റാകാൻ കുറച്ച് ടൈം ആണല്ലോ. അപ്പം ഓരോന്നിനെ കുറിച്ചും വീഡിയോ ചെയ്യുമ്പം ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയൊക്കെ നടത്തണ്ടേ. അപ്പം ഒരു ലാഗ് അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ഫൺ അല്ലെങ്കിൽ ഒരു ചുമ്മാ ഒരു ലൈഫ് സ്റ്റൈൽ രീതിയിലൊക്കെ വീഡിയോ ചെയ്യാമെന്നൊക്കെ ഒരു പ്രതീക്ഷ. നോക്കാം എങ്ങനെയാണെന്ന്. ഒരു സൈക്കിൾ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോഴത്തെ പ്ലാൻ അതാണ്. സൈക്കിൾ ഉണ്ടെങ്കിൽ വണ്ടി വേണ്ടി ഇപ്പോൾ നടക്കത്തില്ല. സൈക്കിളാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ലോക്കലൊക്കെ ഒന്ന് ചവിട്ടി ഒന്ന് കാണുകയൊക്കെ ചെയ്യാമല്ലോ. ഒരു ഹെൽമെറ്റും മാത്രമല്ലേ ആവശ്യമുള്ളൂ, ലൈസൻസ് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു സൈക്കിൾ മേടിക്കാനുള്ളൊരു പ്ലാനുണ്ട്. അധികം വൈകാതെ മേടിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ. ചിലപ്പം ഇച്ചിരി വലുതായിരിക്കും, എന്നാലും എഡിറ്റ് ചെയ്യുമ്പോഴല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എക്സാക്റ്റ് വന്നു കഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഉള്ള ഒരു ഇൻഡിവിജ്വൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അധികം വൈകാതെ ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് 10 ദിവസം ക്വാറന്റൈൻ ഇരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇവിടെ പറഞ്ഞത്. എന്തൊക്കെയാണ് ബേസിക്കായിട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനത് പറഞ്ഞത്. അത്ര മച്ച് ഇൻഫർമേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. എന്നാലും അപ്പം ബോറടിപ്പിക്കുന്നില്ല. ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ, സ്റ്റേ സേഫ്.